ഹായ് എവ്രി വൺ. നമ്മുടെ ഇന്നത്തെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. നമ്മളിപ്പോൾ പ്രീവിയസ് ക്ലാസ്സുകളിലായി റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആ ഒരു ഏരിയ ആണ് പഠിക്കുന്നത്. അതിൻ്റെ 3 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. സോ അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന അതായത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്ന ആ സെയിം ഹെഡിലുള്ള ഒരു പ്രോബ്ലം ആണ്. യെസ്, മൂൺ ലിമിറ്റഡ് ഹാസ് ദി ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2020. 2020 മാർച്ച് 31 മൂൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആണ് തന്നിട്ടുള്ളത്. ലാബിലിറ്റി സൈഡ് ഉണ്ട്, എമൗണ്ട് കോളം ഉണ്ട്, അസറ്റ് സൈഡും അതിന്റെ റെസ്പെക്റ്റീവ് എമൗണ്ട് കോളം തന്നിട്ടുണ്ട്. അതിൽ ലാബിലിറ്റി സൈഡിൽ നമ്മൾ അതിന്റെ ഐറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ടാണ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 6 ലക്ഷം രൂപ, ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh rupee. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 6 ലക്ഷം രൂപ വന്നിട്ടുള്ളത് 30,000 ഇക്വിറ്റി ഷെയർസ് ആണുള്ളത്. ഒരു ഷെയറിന് 20 രൂപ. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് 2500 6% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. ഒരു ഷെയറിന് 40 രൂപയാണ്. എല്ലാ ഷെയറും ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്, അതായത് മുഴുവൻ എമൗണ്ടും ആ ഷെയറിന് കിട്ടിക്കഴിഞ്ഞു. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസസ്, റിസർവ്സും സർപ്ലസസും തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ റിസർവ് 1000 rupees ആണ്. ദെൻ അതുപോലെ സെക്യൂരിറ്റി പ്രീമിയം, സെക്യൂരിറ്റി പ്രീമിയം 15,000 രൂപയാണ്. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് 25,000 രൂപയാണ്. ജനറൽ റിസർവ് 50,000 രൂപയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1 lakh rupee. ദെൻ കറന്റ് ലാബിലിറ്റി 1 lakh rupee. സോ ഇത്രയും ഐറ്റംസ് ആണ് ലാബിലിറ്റി സൈഡിലുള്ളത്. ഷെയർ ക്യാപിറ്റൽ അതിൽ ഇക്വിറ്റി ക്യാപിറ്റൽ 6 lakh rupee, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh rupee, ദെൻ ജനറൽ റിസർവ്സ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ റിസർവ് തന്നിട്ടുണ്ട്, സെക്യൂരിറ്റി പ്രീമിയം, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കറന്റ് ലാബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ലാബിലിറ്റി സൈഡിലുള്ളത്. ദെൻ അസറ്റ് സൈഡിൽ സൺട്രി അസറ്റ്സ് 8 ലക്ഷം രൂപ, ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് 2 ലക്ഷം രൂപ. സോ അങ്ങനെ ലാബിലിറ്റി ആൻഡ് അസറ്റ് സൈഡ് 10 ലക്ഷം രൂപയാണ് കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റി. സോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മൂൺ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. അവരുടെ 2020 മാർച്ച് 31 ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മൾ വായിച്ചു. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അതിലെന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഓൺ 1st April 2020 the board of directors decided to redeem the preference shares at 10% premium by utilization of revenue profit and balance from profit and loss account. You are requested to pass journal entries in the books of company and redraft its balance sheet. അതായത് 2020 ഏപ്രിൽ 1 നമ്മുടെ കമ്പനിയുടെ മൂൺ ലിമിറ്റഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ, റീപേ ചെയ്യാൻ തീരുമാനിച്ചു. ദെൻ അവർ റീപേ ചെയ്യുന്നത് എങ്ങനെയാണ്? പാറിനാണോ? അല്ല, പ്രീമിയത്തിനാണ്. 10% പ്രീമിയത്തിനാണ് റിഡംഷൻ നടത്തുന്നത്. ആ പ്രീമിയം അവരെടുക്കുന്നത് റവന്യൂ പ്രോഫിറ്റ് എന്നും ദെൻ അതിൽ തികയാത്ത എമൗണ്ട്, അതായത് ബാക്കി ബാലൻസ് എമൗണ്ട് എടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുമാണ്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നെസസറി ജേർണൽ എൻട്രീസ് എന്ത് ചെയ്യണം? മൂൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പാസ് ചെയ്യണം, എഴുതണം. ദെൻ അതുപോലെ തന്നെ ഈ ബാലൻസ് ഷീറ്റ്, ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ബാലൻസ് ഷീറ്റിനെ റീഡ്രാഫ്റ്റ് ചെയ്യണം. റിഡംഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത അതാണ്. അതായത് ബാലൻസ് ഷീറ്റ് റീഡ്രാഫ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. മേ ബി എക്സാംസിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. നമുക്ക് പൊതുവെ ചോദിക്കുക എന്താണ്? റിഡംഷൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ റിഡംഷന്റെ ജേർണൽ എൻട്രീസ് എഴുതാൻ വേണ്ടിയാ പറയാം. ഇവിടെ എന്തും പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ബാലൻസ് ഷീറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? റീഡ്രാഫ്റ്റ് ചെയ്യണം. റിഡംഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. സോ നമുക്കിനി അത് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. സൊല്യൂഷനിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യണം. വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താ അതിൽ കണ്ടുപിടിക്കേണ്ടത്? എമൗണ്ട് പേയബിൾ ഓൺ റിഡംഷൻ. ആ ഒരു പ്രിഫറൻസ് ഷെയർസ് 1 ലക്ഷം രൂപ നമ്മൾ തിരിച്ചു കൊടുക്കണം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2500 പ്രിഫറൻസ് ഷെയർസ് ആണ്. ഒരു ഷെയറിന് 40 രൂപയാണ്. സോ പ്രിഫറൻസ് ഷെയറിന്റെ 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം. കൂടെ നമ്മൾ എന്താ ചെയ്യണത്? അറ്റ് പാർ അല്ല റിഡംഷൻ നടത്തുന്നത്, പ്രീമിയത്തിനാണ്. അതായത് 1 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് 10% പ്രീമിയത്തോട് കൂടിയിട്ടാണ്. സോ വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ഓൺ റിഡംഷൻ. റിഡംഷന്റെ മുകളിൽ കൊടുക്കുന്ന ടോട്ടൽ എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? നോമിനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്. 2500 × 40, ദാറ്റ് മീൻസ്
2500 എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസിന്റെ നമ്പർ ആണ്. ഒരു ഷെയറിന് 40 രൂപ. അങ്ങനെ 1 ലക്ഷം രൂപയാണ് നോമിനൽ വാല്യൂ. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ പ്രീമിയം 10% ആഡ് ചെയ്യുന്നു. 1 ലക്ഷത്തിന്റെ 10%, 10,000 രൂപ. സോ amount payable on redemption, that means the total amount payable on redemption, 1 ലക്ഷം നോമിനൽ വാല്യൂ, അതുപോലെ തന്നെ 10,000 രൂപ അതിന്റെ പ്രീമിയം എമൗണ്ട്. അങ്ങനെ ടോട്ടൽ എമൗണ്ട് റിഡംഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് 1,10,000 രൂപയാണ്, 1,10,000 rupees. ദെൻ രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും റിഡംഷന്റെ മേളിൽ പ്രീമിയം കൊടുക്കുമ്പോൾ, അതായത് പാരിനല്ല പ്രീമിയത്തിനാണ് നമ്മൾ റിഡീം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രീമിയം എമൗണ്ട്, ഇപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രീമിയം 10% അല്ലെങ്കിൽ ആ ഒരു 10,000 രൂപ, നമ്മൾ ആ ഒരു പ്രീമിയം എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്നാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റവന്യൂ റിസർവ് എന്ന്. ഒരിക്കലും ഒരു ക്യാപിറ്റൽ റിസർവ് നമ്മൾ ഏത് പർപ്പസിന് യൂസ് ചെയ്യുന്നില്ല, റിഡംഷന്റെ സമയത്ത് പ്രീമിയം കൊടുക്കാൻ യൂസ് ചെയ്യുന്നില്ല. സോ വർക്കിംഗ് നോട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. വർക്കിംഗ് നോട്ടിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, റിഡംഷന്റെ ടോട്ടൽ എമൗണ്ട് നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. 2,500 പ്രിഫറൻസ് ഷെയർസ്, ഒരു ഷെയറിന് 40 രൂപ. അങ്ങനെ 1 ലക്ഷം രൂപയാണ് ടോട്ടൽ എമൗണ്ട്, ദാറ്റ് മീൻസ് നോമിനൽ വാല്യൂ. ഇനി അതിന്റെ കൂടെ 10,000 രൂപ, അതായത് പ്രീമിയം 10% കൂടി ആഡ് ചെയ്യുമ്പോൾ ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ഓൺ റിഡംഷൻ 1,10,000 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ജേർണൽസ് പ്രിപ്പയർ ചെയ്യണം. അതായത് ബുക്സ് ഓഫ് മൂൺ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ആ ഒരു ജേർണൽസ് എൻറ്റർ ചെയ്യണം. സോ അതാണ് ഇനി നോക്കാനുള്ളത്. ആദ്യത്തെ ജേർണൽ എൻട്രി. അതിനു മുൻപ് നമ്മൾ ഇവിടെ എങ്ങനെയാണ് റിഡീം ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർസ്? ഫ്രഷ് ഇഷ്യൂ ആണോ? അല്ല, നമ്മുടെ അടുത്ത് ഫ്രഷ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ അൺയൂട്ടിലൈസ്ഡ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക. പൊതുവെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് എന്നാണ് റിഡീം ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്യണം. ദെൻ ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് റിഡംഷൻ നടത്തുന്നത് എന്ന്. സോ ആദ്യത്തെ ജേർണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണ് റിഡംഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, ആ റിഡംഷന്റെ ആ ഒരു എമൗണ്ട് നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, അതായത് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ ഒരു റിഡംഷന്റെ എമൗണ്ട്, ദാറ്റ് മീൻസ് ആ ഒരു നോമിനൽ വാല്യൂ. ഇവിടെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. 25,000 പ്രിഫറൻസ് ഷെയർസ്, ഒരു ഷെയറിന് 40 രൂപ. സോ ആ ഒരു നോമിനൽ വാല്യൂ, ഒരിക്കലും പ്രീമിയത്തിന്റെ എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ആ ഒരു നോമിനൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണു. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. സോ ആദ്യത്തെ ജേർണൽ എൻട്രി എഴുതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എവിടേക്കാണ് കൊടുക്കുന്നത്, ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എത്ര രൂപ? 1 lakh rupee. ദെൻ നെക്സ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പ്രീമിയത്തിനാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്. സോ ആ ഒരു പ്രീമിയത്തിന്റെ എമൗണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സെക്കൻഡ് ജേർണൽ എൻട്രി. റിഡംഷൻ പ്രീമിയം പ്രൊവൈഡഡ് ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം. നമ്മൾ റിഡംഷന്റെ പ്രീമിയം എമൗണ്ട് എവിടുന്നാ കൊടുക്കുക? ഒന്നുകിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റവന്യൂ റിസർവ്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റവന്യൂ റിസർവ്. ക്യാപിറ്റൽ റിസർവ് എന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, പ്രീമിയം എമൗണ്ട് പ്രൊവൈഡ് ചെയ്യില്ല. സോ സെക്കൻഡ് ജേർണൽ എൻട്രി സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയം എത്രയാണ്? 10%. 1 ലക്ഷത്തിന്റെ 10%, 10,000 രൂപയാണ് സെക്യൂരിറ്റി പ്രീമിയം. സോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ 10,000 ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് 10,000. അപ്പൊ ആദ്യത്തെ 2 ജേർണൽ എൻട്രി നമ്മൾ എൻറ്റർ ചെയ്തു, അത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ മൂന്നാമത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ആ ഒരു എമൗണ്ട് നോമിനൽ വാല്യൂ, അതുപോലെ തന്നെ പ്രീമിയം എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് ഓഫ് റിഡംഷൻ ഡ്യൂ ആവുകയാണ്. സോ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ആവുമ്പോഴത്തെ ജേർണൽ എൻട്രി 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. അവിടെ എന്താ നമ്മൾ കാണിക്കുക? നോമിനൽ വാല്യൂ 25,000 ഷെയർസിന്റെ 40, ഒരു ഷെയറിന് 40 രൂപ വെച്ചു. സോ നോമിനൽ വാല്യൂ 1 lakh rupee. ആൻഡ് പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ, റിഡംഷന് കൊടുക്കുന്ന പ്രീമിയം 10%, ദാറ്റ് മീൻസ് 10,000, 10,000 രൂപ.
ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ആർക്കാ കൊടുക്കുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. സോ ആ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്യാണ്. സോ 1,10,000. ഇനി നമ്മുടെ ലാസ്റ്റ് ജേണൽ എൻട്രി. ലാസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻക്ലൂഡിംഗ് പ്രീമിയം എമൗണ്ട്, ആ ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് റിഡംഷൻ, നോമിനൽ വാല്യൂ പ്രീമിയം കൂട്ടി ആ ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് റിഡംഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ പേ ചെയ്യാണ്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ പേ ചെയ്യുമ്പോഴത്തെ ജേണൽ എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 1,10,000 rupees ടു ബാങ്ക് അക്കൗണ്ട് 1,10,000 rupees. അപ്പൊ ഈ 4 സ്റ്റേജ് അല്ലെങ്കിൽ ഈ 4 ജേണൽ എൻട്രീസ് ആണ് മൂൺ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ആദ്യത്തെ ജേണൽ എൻട്രി ഇവിടെ പ്രോഫിറ്റ് എന്നാണ് കൊടുക്കുന്നത്. സോ ആദ്യത്തെ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് CRR അക്കൗണ്ടിലേക്ക്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ദെൻ അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് പ്രീമിയം ഓൺ റിഡംഷന്റെ പ്രീമിയം മാറ്റിവെക്കുന്നതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി. ദെൻ മൂന്നാമത്തെ ജേണൽ എൻട്രി ആ നോമിനൽ വാല്യൂ അതുപോലെ തന്നെ പ്രീമിയം എമൗണ്ട് രണ്ടും എന്താവുന്നുണ്ട്? ഡ്യൂ ആവുന്നുണ്ട്. ദെൻ ദ ഫോർത്ത് ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ആ ഒരു പ്രീമിയം അതുപോലെ തന്നെ നോമിനൽ വാല്യൂ ടോട്ടൽ എമൗണ്ട് ഓഫ് റിഡംഷൻ നമ്മൾ പേ ചെയ്യാണ്. സോ ഈ 4 ജേണൽ എൻട്രീസ് ആണ് മൂൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്നത്. സോ നമ്മളിപ്പോൾ ആദ്യം വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്തു, ടോട്ടൽ എമൗണ്ട് ഓഫ് റിഡംഷൻ കണ്ടുപിടിച്ചു, ദെൻ ജേർണൽസും എൻറ്റർ ചെയ്തു. സോ പൊതുവെ ഒരു സിമ്പിൾ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഇതോടുകൂടി തീരും. പക്ഷെ ഇവിടെ നമ്മുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? അവരുടെ തന്നിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് റീഡ്രാഫ്റ്റ് ചെയ്യണം. അതായത് ഈ ഒരു റിഡംഷന് ശേഷം ബാലൻസ് ഷീറ്റിൽ എന്ത് മാറ്റം വരുന്നു അത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇനി ചെയ്യാൻ പോണത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലോട്ട് എൻ്റർ ചെയ്യാണ്, റീഡ്രാഫ്റ്റ് ചെയ്യാണ്. നമ്മുടെ ബാലൻസ് ഷീറ്റിന് നമ്മൾ റീഡ്രാഫ്റ്റ് ചെയ്യാണ്. 3 കോളംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ് ആണ്. ആ പർട്ടിക്കുലർ കോളത്തിലാണ് അസറ്റ്സും ലയബിലിറ്റീസും എഴുതിയിട്ടുള്ളത്. ദെൻ നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും നോട്ട്സ് ടു അക്കൗണ്ട് എന്താണ് കാണിക്കുന്നത് എന്ന്. അതായത് നമ്മൾ ഇപ്പൊ ബാലൻസ് ഷീറ്റ് ഇവിടെ റീഡ്രാഫ്റ്റ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ്, അതായത് കഴിഞ്ഞ പ്രീവിയസ് ബാലൻസ് ഷീറ്റിൽ നിന്ന് നമ്മളിപ്പോൾ റീഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ എമൗണ്ട്സിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ അതിന്റെ ഫുൾ കാൽക്കുലേഷൻസ് ഒരു ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. സോ ആ കാൽക്കുലേഷൻസ് കാണിക്കുന്നതിനാണ് നോട്ട്സ് ടു അക്കൗണ്ട് എന്നുള്ള ഒരു കോളം തന്നിട്ട് അതിൽ റെസ്പെക്റ്റീവ് 1, 2, 3 എന്ന് പറഞ്ഞ നോട്ട്സ് ടു അക്കൗണ്ട് ആ നോട്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു ബാലൻസ് ഷീറ്റിന്റെ അണ്ടറിൽ നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കോളം, ഒരു ടേബിൾ വരച്ച് അതിലെ നോട്ട് നമ്പർ 1 എന്ത് കാൽക്കുലേഷൻ ആണ് കാണിക്കുന്നത്, നോട്ട് നമ്പർ 2 എന്താണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നോട്ട് നമ്പർ 3 എന്താണ് പറയുന്നത്. സോ ഇങ്ങനെ ഓരോ നോട്ട്സും എന്താന്നുള്ളത് അതിന്റെ ഫർദർ കാൽക്കുലേഷൻസ് കാണിക്കുന്നത് നോട്ട്സ് ടു അക്കൗണ്ടിലാണ്. സോ ഇവിടെ നമ്മുടെ ആദ്യത്തെ ഐറ്റം അസറ്റ് സൈഡിൽ ഫസ്റ്റ് വൺ വരുന്നത് നോൺ കറന്റ് അസറ്റ്സ്. അതിന് നോട്ട് നമ്പർ ഇല്ല, കാരണം നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നില്ലാണ്. കാരണം നമ്മുടെ പ്രീവിയസ് ബാലൻസ് ഷീറ്റിലെ സെയിം എമൗണ്ട് 8 ലക്ഷം രൂപ തന്നെയാണ് ഇവിടെയും നോൺ കറന്റ് അസറ്റ്സ് വന്നിട്ടുള്ളത്. സോ അതിന് കാൽക്കുലേഷൻസ് ഒന്നുമില്ല, നോട്ട്സ് ടു അക്കൗണ്ടിലെ നിൽ എന്നാണ് തന്നിട്ടുള്ളത്. ദെൻ ദ നെക്സ്റ്റ് വൺ കറന്റ് അസറ്റ്സ്. കറന്റ് അസറ്റ്സിൽ വരുന്നതാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അതിന് നോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് 1 എന്നുള്ളതാണ്. അതിന്റെ റെസ്പെക്റ്റീവ് എമൗണ്ട് 90,000. സോ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻസ് അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ബാലൻസ് ഷീറ്റിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, അവിടെ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് 2 ലക്ഷം രൂപയാണ് തന്നിട്ടുള്ളത്. 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ 2 ലക്ഷം രൂപ ഇപ്പോഴത്തെ റീഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് 90,000 ആയി വന്നത്? നമുക്കറിയാം ആ 2 ലക്ഷം രൂപയെന്നാണ് 1,10,000. 1 ലക്ഷം രൂപ നോമിനൽ എമൗണ്ട്, 10,000 rupees റിഡംഷന്റെ പ്രീമിയം എമൗണ്ട്. അങ്ങനെ ടോട്ടൽ റിഡംഷന്റെ എമൗണ്ട് 1,10,000 എന്നുള്ളത് ആ ഒരു കറന്റ് അസറ്റിന് പോയി. അതായത് ക്യാഷ് അറ്റ് ബാങ്ക് എന്നുള്ളതിന് കുറഞ്ഞു. സോ 2 ലക്ഷം മൈനസ് 1,10,000. അങ്ങനെയാണ് ഇവിടെ 90,000 എമൗണ്ട് വന്നിട്ടുള്ളത്. നോൺ കറന്റ് അസറ്റിന് ഒരു മാറ്റമില്ല, 8 ലക്ഷം രൂപ തന്നെയാണ്. കറന്റ് അസറ്റ്സിൽ മാറ്റം വന്നു. കറന്റ് അസറ്റ്സിൽ വന്നതാണ് ക്യാഷ് അറ്റ് ബാങ്ക്. ആ ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് അതിൽ 2 ലക്ഷം എന്നുള്ളത് 1,10,000 റിഡംഷന് കൊടുത്തു. ബാക്കി ഉള്ളത് എത്ര മാത്രമാണ്? 90,000 rupees ആണ് ബാക്കിയുള്ളത്. സോ ഈ 2 ലക്ഷത്തിൽ നിന്ന് 1,10,000 ക്യാഷ് അറ്റ് ബാങ്കിൽ നിന്ന് റിഡംഷന്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്ത്
ബാക്കിയുള്ളതാണ് ഈ 90,000 എന്നുള്ളത്. ഈ നോട്ട് നമ്പർ 1 കൊടുത്തിട്ടുണ്ട്. സോ ആ റെസ്പെക്റ്റീവ് നോട്ടിൽ, അതായത് നോട്ട്സ് ടു അക്കൗണ്ടിൽ ആദ്യത്തെ നോട്ട് നമ്പർ ആയി ഇതിന്റെ കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ട്. ഇനി സോ ടോട്ടൽ അസറ്റ് സൈഡ് അവിടെ കംപ്ലീറ്റ് ആയി. കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും 8 ലക്ഷം പ്ലസ് 90,000, 8,90,000, 8,90,000 ആണ് ടോട്ടൽ അസറ്റ്. ഇനി സെക്കൻഡ് പാർട്ട് ലയബിലിറ്റി സൈഡ് അല്ലെങ്കിൽ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ്. അതിൽ ഇക്വിറ്റീസിലേക്ക് വരുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്, ഷെയർ ക്യാപിറ്റലും അതർ ഇക്വിറ്റി. അതർ ഇക്വിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. സോ ഇക്വിറ്റി സൈഡിൽ വരുമ്പോൾ ആദ്യത്തെ ഐറ്റം ഷെയർ ക്യാപിറ്റൽ. നമ്മളിപ്പോൾ പറഞ്ഞു ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ ഇവിടെ നോട്ട് നമ്പർ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോട്ട്സ് ടു അക്കൗണ്ടിൽ രണ്ടാമത്തെ നോട്ടായിട്ട് ഇതിന്റെ കാൽക്കുലേഷൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ 6 ലക്ഷമായി കുറഞ്ഞു. എങ്ങനെ 6 ലക്ഷം ആയത്? നമ്മുടെ പ്രിഫറൻസ് ഷെയർസിനെ നമ്മൾ റിഡീം ചെയ്തു. നമ്മുടെ പ്രീവിയസ് ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയായിരുന്നു. 6 ലക്ഷം രൂപ ഇക്വിറ്റി ക്യാപിറ്റലും 1 ലക്ഷം രൂപ പ്രിഫറൻസ് ക്യാപിറ്റലും. സോ അതിൽ പ്രിഫറൻസ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തു? പ്രിഫറൻസ് ഷെയർസിനെ നമ്മൾ റിഡീം ചെയ്തു. സോ ഇനി ഇവിടെ ഷെയർ ക്യാപിറ്റൽ 6 ലക്ഷം എന്നുള്ളത് 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹20 ഈച്ച്. ഒരു ഷെയറിന് 20 രൂപ വെച്ച് 30,000 ഇക്വിറ്റി ഷെയർസ് ആണ് കമ്പനിക്ക് ഉള്ളത്. സോ അതാണ് 6 ലക്ഷം. 7 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം നമ്മൾ എന്ത് ചെയ്തു? റിഡംഷൻ, അതായത് റിഡീം ചെയ്തു, റീപേ ചെയ്തു. ഇനി രണ്ടാമത് വരുന്നതാണ് അതർ ഇക്വിറ്റി അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ്. ഈ അതർ ഇക്വിറ്റി അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സിൽ നമ്മൾ ആദ്യം വരുന്ന ഐറ്റം നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രീവിയസ് ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അവിടെ ക്യാപിറ്റൽ റിസർവ് 10,000 രൂപ എന്ന് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ റിസർവ് 10,000. ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 15,000 രൂപ ഉണ്ടായിരുന്നു. ആ 15,000 രൂപയെന്ന് നമ്മൾ എന്ത് ചെയ്തു? 10,000 രൂപ റിഡംഷന് വേണ്ടി എടുത്തു. റിഡംഷന്റെ പ്രീമിയം കൊടുക്കാൻ നമ്മുടെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് നിന്നാണ് പ്രീമിയം എമൗണ്ട് കൊടുത്തത്. സോ 10,000 രൂപ പ്രീമിയം കൊടുക്കാൻ വേണ്ടി എടുത്തു. ബാക്കി 5,000 രൂപയാണ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലുള്ളത്. ദെൻ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് 25,000 രൂപയുണ്ട്. ജനറൽ റിസർവ് 50,000 രൂപയുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1 ലക്ഷം ഉള്ളത് നമ്മൾ എന്തിനെടുത്തു? റിഡംഷന് വേണ്ടിയിട്ട്. റിഡംഷന്റെ ടൈമിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിന്നാണ് ഫണ്ട് എടുത്തിട്ടുള്ളത്. സോ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നോമിനൽ വാല്യൂ കൊടുക്കാൻ വേണ്ടി എടുത്തു. ദെൻ ഇപ്പോൾ ക്യാപിറ്റൽ റിസർവിൽ പ്രീവിയസ് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ റിസർവിൽ 10,000 രൂപയുണ്ട്. സെക്യൂരിറ്റി പ്രീമിയം 15,000 ഉള്ളത് 5,000 രൂപയായി. ദെൻ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ 25,000 ഉണ്ട്. ജനറൽ റിസർവ് 50,000 രൂപയുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാക്കി എമൗണ്ട് ഒന്നുമില്ല. ബട്ട് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാക്കി എമൗണ്ട് ഒന്നുമില്ല. അത് നമ്മൾ ഏതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്? CRR ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലാണ്. സോ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒന്നുമില്ല. പക്ഷേ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് CRR അക്കൗണ്ടിൽ ആ ഒരു 1 lakh രൂപ എടുക്കുന്നുണ്ട്. സോ CRR അക്കൗണ്ടിൽ 1 lakh, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് 25,000, ജനറൽ റിസർവ് 50,000, ക്യാപിറ്റൽ റിസർവ് 10,000, സെക്യൂരിറ്റി പ്രീമിയം 5,000. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ അതർ ഇക്വിറ്റി അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ 1,90,000 1,90,000 റുപ്പീസ് വരും. ഇനി നോൺ കറണ്ട് ലയബിലിറ്റീസ് ഒന്നുമില്ല. പിന്നെ കറണ്ട് ലയബിലിറ്റീസ് 1 ലക്ഷം രൂപ നമ്മുടെ പ്രീവിയസ് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള സെയിം എമൗണ്ട്. സോ അതോട് കൂടിയിട്ട് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് ആ ഒരു ഭാഗം അവസാനിക്കുകയാണ്. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി 8,90,000. സോ അസറ്റ് സൈഡും 8,90,000, ലയബിലിറ്റി സൈഡും 8,90,000. കൃത്യമായിട്ടും ആ ഒരു ബാലൻസ് ഷീറ്റ് അവിടെ സോൾവ് ആയി. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് റീഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. സോ ആദ്യം നോൺ കറണ്ട് അസറ്റ്സിൽ മാറ്റം വന്നിട്ടില്ല, കറണ്ട് അസറ്റ്സിൽ മാറ്റം വന്നു. അതായത് 2 ലക്ഷം ക്യാഷ് ഉള്ളത് 1,10,000 റിഡംഷൻ കൊടുത്തു, ബാക്കി 90,000 ഉള്ളൂ. ദെൻ ഇക്വിറ്റിയിൽ വരുമ്പോൾ ഷെയർ ക്യാപിറ്റൽ 7 ലക്ഷം ഉള്ളത് 1 ലക്ഷം നമ്മൾ കൊടുത്തു, ബാക്കി 6 ലക്ഷം ഉള്ളൂ. ദെൻ അതർ ഇക്വിറ്റിയിൽ വരുമ്പോൾ അവിടെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, അതിൽ നിന്നാണ് നമ്മൾ പ്രീമിയത്തിന്റെ എമൗണ്ട് റിഡംഷന്റെ സമയത്ത് പ്രീമിയം എമൗണ്ട് കൊടുത്തിട്ടുള്ളത്. അത് 15,000 എന്നുള്ളത് 5,000 ആയി കുറഞ്ഞു. ബാക്കിയുള്ള എല്ലാ അക്കൗണ്ട്സും അതിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എമൗണ്ട് നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സോ ആ ഒരു അക്കൗണ്ട്സ് എല്ലാം അല്ലെങ്കിൽ ആ ഐറ്റംസ് എല്ലാം ഓൾ ടോട്ടൽ ചെയ്യുമ്പോൾ 1,90,000 വരുന്നുണ്ട്. ദെൻ കറണ്ട് ലയബിലിറ്റീസ് 1 ലക്ഷം, നോൺ കറണ്ട് ലയബിലിറ്റീസ് ഇല്ല.
സോ അസറ്റ്സും ലാബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് ഷീറ്റ് റീഡ്രാഫ്റ്റ് ചെയ്തു. ദെൻ ആ ഒരു ബാലൻസ് ഷീറ്റിന്റെ അണ്ടറിൽ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, ആ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ ആദ്യത്തെ കോളം നോട്ട് നമ്പർ ആണ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞ 1, 2, 3 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അതാണ് നോട്ട് നമ്പർ. 1, 2, 3 എന്ന് പറഞ്ഞ ഓരോ ഐറ്റംസ് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യാണ്. നമ്മുടെ ആദ്യത്തെ ഐറ്റം ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആയിരുന്നു. അതിൽ ക്യാഷ് അറ്റ് ബാങ്ക് 2 ലക്ഷം ഉണ്ടായിരുന്നു. അതിന് 1,10,000 റിഡംഷന്റെ എമൗണ്ട് കൊടുത്തപ്പോൾ അത് 90,000 ആയി. ദെൻ നോട്ട് നമ്പർ 2, രണ്ടാമത്തെ നമ്പറിൽ ഷെയർ ക്യാപിറ്റൽ ആണ് ഡീൽ ചെയ്യുന്നത്. അതായത് പ്രിഫറൻസ് ഷെയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഇക്വിറ്റി ഷെയർസ് ആണ്. 30,000 ഇക്വിറ്റി ഷെയർസ്, ഒരു ഷെയറിന് 20 രൂപ വെച്ച് 6 ലക്ഷമാണ് എമൗണ്ട്. ദെൻ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം മദർ ഇക്വിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ്. അതിലെ ക്യാപിറ്റൽ റിസർവ് 10,000 രൂപ തന്നെ ബാക്കിയുണ്ട്. സെക്യൂരിറ്റി പ്രീമിയം 15,000 എമൗണ്ട് ഉണ്ടായിരുന്നതിന് 10,000 നമ്മൾ പ്രീമിയം റിഡംഷന്റെ സമയത്ത് പ്രീമിയം കൊടുത്തു, ബാക്കി 5,000 ഉണ്ട്. ദെൻ CRR അക്കൗണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ അക്കൗണ്ട്, റിഡംഷൻ റിസർവ് അക്കൗണ്ട്, അതിൽ 1 ലക്ഷം രൂപ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടായ 1 ലക്ഷമാണ് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ദെൻ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ടിൽ മാറ്റില്ല, അതുപോലെ തന്നെ ജനറൽ റിസർവിൽ മാറ്റില്ല. സോ ഈ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 1,90,000 എന്നുള്ളത് എമൗണ്ട് വരും. യെസ്, നമ്മുടെ ഇന്നത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് തന്ന് ദെൻ അതിൻ്റെ അണ്ടറിൽ അതിലെ പ്രിഫറൻസ് ഷെയർസിനെ റിഡീം ചെയ്യുന്നു എന്ന് പറഞ്ഞു തരുമ്പോൾ എങ്ങനെയാണ് ജേർണൽസ് എഴുതുന്നത്, അതുപോലെ തന്നെ ആ ഒരു റിഡംഷന് ശേഷം എങ്ങനെയാണ് ആ ഒരു ബാലൻസ് ഷീറ്റിനെ റീഡ്രാഫ്റ്റ് ചെയ്യുന്നത്. റീഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് റീഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ദെൻ അതിൻ്റെ കൂടെ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട് ആ ഒരു ഇതും കൂടി ടേബിളും കൂടി വരയ്ക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.